ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ആവശ്യമായ ഭൂമി എത്രയെന്ന് കൃത്യമായി കണക്കാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ഹൈക്കോടതി. അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. വിശദാംശങ്ങളുമായി ഗൗതം അമറകുഞ്ചം ചേരുന്നു. ഗൗതം, നേരത്തെ ഈ നഷ്ടപരിഹാര പാക്കേജ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പടക്കം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നുകൂടി ഈ തിരിച്ചടി വരുന്നത്. തീർച്ചയായിട്ടും സൈദു, അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി വിധി പ്രകാരം, കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരുന്ന വിധി പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ സംബന്ധിച്ച്, ഏറ്റെടുക്കേണ്ട ആ സ്ഥലത്തെ സംബന്ധിച്ച് ചട്ടപ്രകാരം ഒരു നിശ്ചിത പരിധി വെച്ചിട്ടുണ്ട്. അത് 1200 ഏക്കറാണ് അതിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്നാണ്. എന്തിനാണ് ഇത്രയധികം ഭൂമി ഏറ്റെടുക്കുന്നതെന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. അത്രയും അധികം ഭൂമി, അതായത് ഏകദേശം 1300ഓളം ഏക്കർ അധികം ഭൂമി ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് കോടതിയിൽ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആഘാത പഠനം, അതായത് വിവിധ തരത്തിലുള്ള പഠനങ്ങൾ, സോഷ്യൽ അസസ്മെൻറ്റ്, അതോടൊപ്പം പരിസ്ഥിതി ആഘാതം തുടങ്ങിയുള്ള പഠനങ്ങൾ നടത്തി ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും കോടതിയിൽ സർക്കാരിന് കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമം ലംഘിച്ചുകൊണ്ട് ഇത്രയധികം ഭൂമി ഏറ്റെടുക്കുന്നതിന് എന്താണ് മാനദണ്ഡം, അതിന് എന്ത് അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കുന്ന ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി, അത് ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 1000-ലധികം ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് എന്ന വിശദീകരണം നൽകി. പക്ഷേ ആ വിശദീകരണം കോടതിക്ക് തൃപ്തമായി തോന്നിയില്ല. അതുകൊണ്ടാണ് നേരത്തെ ഈ സോഷ്യൽ അസസ്മെൻ്റ് റിപ്പോർട്ട് പ്രകാരം സ്വീകരിച്ചിട്ടുള്ള വിജ്ഞാപനം, അതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനവും അനുബന്ധ നടപടികളും നിർത്തിവെക്കാൻ വേണ്ടി ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെയ്തു. ഓക്കെ, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.